ഞങ്ങൾ കിങ്ഡം ട്രംപറ്റേഴ്സ് ചർച്ച് ഇന്നത്തെ ആരാധനയ്ക്കായി ഏവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന ഏവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് പകലിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നത്താൽ കടന്നു പോകുന്നവരുണ്ടോ? പരിശുദ്ധാത്മാവ് ഈ ആരാധന മധ്യേ വിടുതലിനെ കൽപ്പിച്ചാക്കും. എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വിഷയം വരുമ്പോൾ അതിനോട് ചേർന്ന് അനവധി വിഷയങ്ങൾ കടന്നു വരിക എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും നാനാ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ മേഖലയിൽ നിന്നും ഈ ആരാധന മധ്യേ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയാട്ടെ. ഇന്നത്തെ ആരാധനയിൽ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും. ആരോഗ്യ പ്രശ്നമായിരിക്കാം, അതിനോടനുബന്ധിച്ച് കടന്നു വന്നിട്ടുള്ള സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അതിനോടനുബന്ധിച്ച് കടന്നു വന്നിട്ടുള്ള കുടുംബ പ്രശ്നമായിരിക്കാം. നാനാ വിഷയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഇന്ന് പകലിൽ ആരാധന മധ്യേ വിടുതലുണ്ട്. വിശ്വസിച്ചാട്ടെ. ഇതേ വിഷയത്തിൽ കൂടെ ദാവീദും കടന്നു പോയിട്ടുണ്ട്. 2 ശമൂവേൽ 22:19-20 ഇങ്ങനെ വായിക്കുന്നു: എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഇന്ന് പകലിൽ എന്റെ ദൈവത്തിന് നിങ്ങളോട് പ്രസാദം തോന്നുന്ന ദിവസമാണ്. ദാവീദിന് അനർത്ഥ ദിവസത്തിൽ തന്നെ പിന്നെയും ഒരു ആക്രമണം ഉണ്ടായി. പക്ഷേ ദൈവം കൈവിട്ടില്ല കേട്ടോ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന ദാവീദിനെ ദൈവം കൈവിട്ടില്ല. ആ അനർത്ഥത്തെ ദൈവം വിശാലതയാക്കി കൊടുത്തു. ഇന്ന് പകലിൽ ഞങ്ങളെ ഓൺലൈൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ പ്രിയ മക്കളെ കേട്ടാട്ടെ. നിങ്ങൾക്ക് എത്ര വലിയ വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും, അഥവാ നിങ്ങൾ അനവധി വിഷയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നാൽ, വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഈ ദൂതേറ്റെടുത്തു തുടങ്ങിയാട്ടെ. ഇന്ന് ആരാധന മധ്യേ ഒരു വിടുതലുണ്ട്. നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്നും പിതാവായ ദൈവം യേശപ്പൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് പകലിൽ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കുന്ന ദിവസമാണ്. നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭാരത്തെ ദൈവം ഒന്ന് ഇറക്കി വെക്കുവാൻ പോവുക. നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സങ്കടത്തോടെ കടന്നു പോകാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ലെന്നേ. അതെ, ഇന്നത്തെ ആരാധനയുടെ വലിയൊരു വിശാലത നിങ്ങളുടെ ജീവിതത്തിന്മേൽ കൽപ്പിച്ചാക്കുവാൻ പോവുകയാണ്. തലമുറകളുമായിട്ടുള്ള വിഷയത്തിന്മേൽ ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ ആരെങ്കിലും ഞങ്ങളെ ഈ ഓൺലൈനിൽ വീക്ഷിക്കുന്നുണ്ടോ? അതെ, നിങ്ങളോടും ദൂതുണ്ട് കേട്ടോ. നിങ്ങളുടെ തലമുറകളുടെ സാഹചര്യത്തെ ദൈവം ഇന്ന് പകലിൽ മാറ്റുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഇന്ന് ഈ ആരാധനയിൽ ശ്രദ്ധയോടെ ആയിരിക്കണം കേട്ടോ. താല്പര്യത്തോടെ, ദാഹത്തോടെ ആയിരിക്കണം കേട്ടോ. ഈ ഓൺലൈനിൽ പരിധികളും പരിമിതികളും ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന് പരിധിയും പരിമിതിയുമില്ല. നിങ്ങളുടെ പരിമിതികളെ പൊട്ടിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം. വിശ്വസിച്ച് താല്പര്യത്തോടുകൂടെ ആയിരുന്നാട്ടെ. ദൈവം നിങ്ങളുടെ മധ്യേ ഇന്ന് ഈ ആരാധന മധ്യേ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകും. ദൈവകരങ്ങൾക്കുള്ളിൽ താഴ്ന്നിപ്പായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അങ്ങനെ താഴ്ന്നതുകൊണ്ട് ആമേൻ തിരുവചനം പറയുന്നു, ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ആ നാമത്തെ ഉയർത്തുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സ്തോത്രം എന്ത് വിഷയമാണെങ്കിലും, മുന്നിൽ നിൽക്കുന്ന എന്ത് പ്രതികൂലമാണെങ്കിലും, ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണെങ്കിലും അതിനൊക്കെ ഇന്ന് ഉത്തരങ്ങളുണ്ടെന്ന് ദൈവത്തിൻ്റെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആ നാമം അത്ഭുതമായ നാമമാണ്. ആ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭുവെന്ന് യേശു ക്രിസ്തുവിനുള്ളപ്പോൾ ഇന്ന് നാമം ഉയരുമ്പോൾ ഇന്ന് വിടുവിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലവുമില്ല. അതിശയമായ ആ നാമത്തെ സ്തോത്രം, അത്ഭുതമായ നാമത്തെ, അത്ഭുത മന്ത്രിയായ യേശുവിനെ ഇന്ന് ആ ദൈവം ഇന്ന് വെളിപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോഴാണ്. അതിൽ ഏക സത്യത്തിൽ നിന്നുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നോക്കാം. മറ്റെല്ലാ മുഖങ്ങളും നമുക്ക് മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. ആ തിരുമുഖത്തേക്ക് മാത്രം നോക്കാം. ആ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായിത്തീരും. അവരുടെ മുഖം ലജ്ജിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. വസിക്കുന്ന കർത്താവ്, ആ നാമത്തെ നമുക്ക് ഏറ്റുപറയാം. ആശ്ചര്യമായ നാമം, അതിശയകരമായ നാമം. ആ നാമം ഉയരുമ്പോൾ ശത്രുവിൻ്റെ പ്രതികൾ തകരും. നമ്മുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ തുറക്കും. ദാവീദിന്റെ കൈവശമുള്ള കർത്താവായിരിക്കാൻ ഒരുമിച്ച് ചേർന്ന് ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കാൻ നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ നാമത്തെ ഉയർത്താം.
എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം ശലമുഴങ്കാലം മടങ്ങിയിടും നാമം. എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാനിണയില്ല നാമം. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ മോചാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ മോചാവേ, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, ഓ അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാനിണയില്ല നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാനിണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ആയിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ മോചാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ മോചാവേ, അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം, ഓ അങ്ങേക്ക് തുല്യനായി അങ്ങ് മാത്രം. All creation cries, holy, you're lifted high, holy, holy forever. is the highest your name, is the greatest your name, Stands above them all thrones and dominions, all powers and possessions, your name stands above them all. name is The highest, your name is the greatest, your name stands above them all. thrones and dominions, All powers and positions, your name stands above them all. Nations cry, holy, all creation cries, holy, you're lifted high, holy, holy forever. Angels cry, holy, all creation cries, holy, you're lifted high, holy, holy forever. യാഗം അർപ്പിച്ചെന്നും വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യേശുവേ സ്തുതികൾക്ക്
സ്നേഹിച്ചു തിരുനിണത്താൽ വീണ്ടെടുത്തു സ്വന്തം രക്തം കൊടുത്ത് ഉയർത്തണം ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഉയർത്തുന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യോഗ്യനാണ് ആരാധനയോഗ്യനാണ് യേശുവേ സ്തുതികൾ വർഷഭോഗ്യനേ യോഗ്യനേ വർഷഭം യോഗ്യനേ ദൈവകുഞ്ഞാടേ വർഷഭം ഓ യെസ് ലോർഡ് യോഗ്യനേ ദൈവകുഞ്ഞാടേ മുഖാന്തരം ദൈവം നമ്മളെ ഇടയാക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് സ്വർഗം ഭൂമി ഏവം ഒരുപോലെ ആരാധിക്കുന്ന കർത്താവിനെ ആണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് ആ സാന്നിധ്യം നമ്മളെ വെളിപ്പെടുവാനായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം. എനിക്കായി ഇന്ന് ജീവൻ നൽകി വരുവാനുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. മറ്റാരും എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ട് കാര്യവുമില്ല. പക്ഷേ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ, അവസാനത്തെ തുള്ളി രക്തം എനിക്ക് വിലൂറ്റി കൊടുത്തവൻ, ആമേൻ, ആ കർത്താവിനെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യ പാത്രമായത് കൊണ്ടാണ്. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തിരിച്ചറിയുമ്പോൾ ഹാലേലൂയ കർത്താവിനെ ഉയർത്താതിരിക്കാൻ സാധിക്കത്തില്ല. ആ ദിവ്യ സ്നേഹം തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സമാധാന പ്രഭുവായി വെളിപ്പെട്ട എൻ്റെ കർത്താവിനെ കാണുമ്പോൾ ആ കർത്താവിൻ്റെ സാന്നിധ്യം ആമേൻ ഈ ദിവസങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ആരാധന മധ്യേ ആമേ ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധിക്കുന്നത് കഷ്ടനഷ്ട ശോധനകളിൽ ഈ ദിവസങ്ങളിലും ഭദ്രാതെ നിൽക്കുവാൻ ആ പരിശുദ്ധനായ ദൈവം നമുക്ക് കൃപ നൽകുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അഭിഷേകത്തെ കഥ ഇന്ന് രാത്രികാലവും പകരും, ഇന്ന് പകൽക്കാലവും ദൈവം പകരും. ഈ മരുഭൂ പ്രയാണത്തിൽ പതറി വീഴാതെ ആമൻ മേഘത്തണലായി എനിക്ക് സാന്ത്വനമേകി എന്നെ സമാധാനത്തോടെ എന്നെ ശക്തിയോടെ നടത്തുന്ന കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഏൽപ്പിക്കാം. ഈ പാട്ടുകൾ പാടുമ്പോൾ ഇന്ന് അവനെ വിളിച്ചപേക്ഷിക്കുക ഏവർക്കും അവൻ ഹാൽ ഇന്ന് അവൻ ആ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തും. വിളിച്ചപേക്ഷിക്കുന്ന മധ്യ ഇറങ്ങി വരുന്നൊരു കഥാവുണ്ട്. ഇന്ന് ഏത് വിഷയമാണെങ്കിൽ അത് വിട്ടിട്ട് ഇന്ന് കഥാവിൻ്റെ കരങ്ങളിലേക്ക് കഥാവേ ഞങ്ങളുടെ മധ്യയെ അവിടെ നിന്ന് നൽകി വരണമേ. ആരാധിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽപ്പാടവേ. പൈശാചിക മണ്ഡലങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തകർന്നു മാറും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി കഥാവിന് മഹത്വം കൊടുക്കാം. Krishna
യേശു എനിക്ക് ജീവൻ നൽകിയ ഇടയൻ ജീവിതത്തിൽ സമാധാന പ്രഭുവായി മാറിയിടട്ടെ എന്നും മാറിയിടട്ടെ ജീവിതത്തിൽ സമാധാന പ്രഭുവായി മാറിയിടട്ടെ എന്നും മാറിയിടട്ടെ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ ശോധനയിൽ പതരാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി ശോധനയിൽ പതരാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണൽ സാന്ത്വനമേകി പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണൽ സാന്ത്വനമേകി യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ യോഗ്യനേ സത്യവുമേശു എനിക്ക് ജീവൻ നൽകിയ ഇടയൻ ജീവന്റെ വഴിയും സത്യവുമേശു എനിക്ക് ജീവൻ നൽകിയ ഇടയൻ എൻ ജീവിതത്തിൽ സമാധാന പ്രഭുവാൻ മാറിയിടട്ടെ ഇന്നും മാറിയിടട്ടെ എൻ ജീവിതത്തിൽ സമാധാന പ്രഭുവാൻ മാറിയിടട്ടെ എന്നും മാറിയിടട്ടെ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ യേശുവേ ആരാധ്യനേ ക്രിസ്തുവേ ആരാധ്യനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ ഹല്ലേലൂയ ശോധനയിൽ പതരാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി കഷ്ടനഷ്ട ശോധനയിൽ പതരാതെ നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ അഭിഷേകം നൽകി പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണലിൽ സാന്ത്വനമേകി പ്രയാണത്തിൽ പതറി വീഴാതെ മേഘത്തണലിൽ സാന്ത്വനമേകി ആരാധനേ ക്രിസ്തുവേ ആരാധനേ കുഞ്ഞാടേ എന്നും യോഗ്യനേ യേശുവേ ആരാധനേ
എന്നെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വമാകുന്ന മാനവനെ ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യനെന്നും കർത്താവ്. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ ഉപനിധി എന്നെന്നും കാക്കുന്നു. ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദദായകൻ. ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാണ്. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകയാൽ ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റുന്നു. ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകയാൽ ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്യും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ മഹത്വം. ദാവീദെ പോലെന്നും നൃത്തം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ മഹത്വം. കൈത്താളത്താലെന്നും വർണ്ണിച്ചിടും ഞാൻ. ഹല്ലേലൂയ സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ രാജാവിൽ നിന്നും മഹത്വം. സ്വർഗീയ പ്രിയനെ മുറ്റം നിറച്ചിരുന്ന രാജാവിൽ നിന്നും മഹത്വം. ആരാധിപ്പാൻ വേറെ യോഗ്യന്മാരില്ലല്ലോ. ഹല്ലേലൂയ മഹത്വം.
പ്രിയാൽ എന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനെന്നും മഹത്വം. പ്രിയാൽ എന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയാൽ എന്നെ മുറ്റും നിറച്ചിരുന്ന എന്നും മഹത്വം. എന്നും കാക്കുന്നു ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദനായകൻ അങ്ങന്റെ ഉപനിധിയെന്നും കാക്കുന്നു ഹല്ലേലൂയ മഹത്വം. ആത്മാവിൻ രക്ഷകൻ ആനന്ദനായകൻ പ്രിയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനെന്നും മഹത്വം. നന്മയും ശാപങ്ങൾ മാറ്റും ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകും ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ നന്മയും ശാപങ്ങൾ മാറ്റും ഹല്ലേലൂയ മഹത്വം. അങ്ങന്റെ കോട്ടയും സങ്കേതമാകയാൽ ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ പ്രിയാലെന്നെ മുറ്റും നിറച്ചിരുന്ന രാജാവിനെന്നും മഹത്വം. സ്വർഗീയ പ്രിയാലെന്നെ എന്നും മഹത്വം. സ്വർഗീയ പ്രിയാലെന്നെ മുറ്റും നിറച്ചി ഐസായ 54:16 നമ്മളിങ്ങനെ വായിക്കുന്നു. തീക്കനലൂതി പണി ചെയ്ത ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരത്തെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഇവിടെ വചനം പറയുന്നത് ആയുധം തീർക്കുന്ന കൊല്ലനെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് വിരോധമായി ഹല്ലേലൂയ ശത്രു ആയുധം ഉണ്ടാക്കിയേക്കാം. എന്നാൽ ആ ആയുധം തീർക്കുന്ന കൊല്ലനെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നശിപ്പിപ്പാൻ സംഹാരത്തെയും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ശത്രു ആയുധം ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ നമ്മൾക്ക് വിരോധമായ ഒരു ആയുധവും ഫലിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അതുകൊണ്ട് ശത്രുവിനെ പേടിക്കേണ്ട, നമുക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കിയിരിക്കുന്ന ആയുധത്തെ പേടിക്കേണ്ട. കാരണം ഹല്ലേലൂയ ആയുധം ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ആയുധം ഫലിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ കൊളോഷ്യൻസ് 2 നമ്മളിങ്ങനെ വായിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ
അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ, സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. ക്രൂശിൽ ശത്രു ഓർത്ത് യേശു ക്രൂശിൽ കടന്നപ്പം യേശു ഒരു പരാജയമായിരുന്നെന്ന്. പക്ഷേ യേശു പരാജയമല്ലായിരുന്നു. യേശു ഹല്ലേലൂയ ശത്രുവിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി ഹല്ലേലൂയ അവനെ പരസ്യമായ കാഴ്ചയാക്കി, ഒരു പബ്ലിക് സ്പെക്ടക്കിളാക്കി. ഹല്ലേലൂയ ശത്രുവിൻ്റെ തല തകർത്ത കർത്താവ് ക്രൂശിന്മേല ഹല്ലേലൂയ വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് ഡിസാം ചെയ്തു. അതുകൊണ്ട് ശത്രുവിന് പിശാചിൻ്റെ കയ്യിൽ ആയുധം ഇല്ല. പിശാചിന് നമ്മളോട് എടുക്കാനുള്ളത് തന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നാം അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. കാരണം നമുക്ക് വിരോധമായി സാത്താന് പ്രയോഗിക്കാൻ ആയുധം ഇല്ല. കർത്താവ് ക്രൂശിൽ ആ ആയുധം എല്ലാം ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ, സാത്താന് നമ്മൾക്ക് നേരെ പ്രയോഗിക്കാനുള്ളത് തന്ത്രങ്ങളെ ഉള്ളൂ. ആ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം സങ്കീർത്തനം 68 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം ഒന്ന് എഴുന്നേറ്റാൽ മതി. ദൈവം ഒരു ആയുധമൊന്നും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ദൈവം ഒന്ന് എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവനെ പകയ്ക്കുന്നവരൊക്കെയും അവൻ്റെ മുമ്പിൽ ഓടിപ്പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ, വചനം പറയുന്നു, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. ഹല്ലേലൂയ, ആ കർത്താവ് ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറി ഓടുന്ന ആ ദൈവം മഹാവീരനെ പോലെ എല്ലാ സിറ്റുവേഷൻസിലും നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. സങ്കീർത്തനം 27 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവരിടറി വീഴും. ഹല്ലേലൂയ, നമ്മളല്ല ഇടറി വീഴുന്നത്, നമ്മളോട് എടുത്ത് വരുന്നവരാണ് ഹല്ലേലൂയ ഇടറി വീഴുന്നത്. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഒരു സൈന്യം തന്നെ നമ്മൾക്ക് വിരോധമായി ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിൻ്റെ നേരെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് കർത്താവ് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് കർത്താവിൻ്റെ സഭ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ പർച്ചേസ് പൊസഷന് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവ് പറയുന്ന എൻ്റെ സഭയെ ഞാൻ പണിയും, അതിൻ്റെ നേരെ പാതാള ഗോപുരം ജയം എടുക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, കർത്താവിൻ്റെ സഭയാണ് നമ്മളെങ്കിൽ ഹല്ലേലൂയ പാതാള ഗോപുരങ്ങൾ എഴുന്നേറ്റോട്ടെ, പക്ഷേ ജയിക്കുകയില്ല. ഹല്ലേലൂയ, നമുക്ക് വിരോധമായി ഒരു ആയുധവും ഫലിക്കുകയില്ല. കാരണം കർത്താവ് മഹാവീരനെ പോലെ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഴിവ് മുഖേനോ നമ്മുടെ ഹല്ലേലൂയ നന്മ പ്രവൃത്തി മുഖേനോ അല്ല, നമ്മുടെ കർത്താവായ യേശു മുഖാന്തരമാണ് നമുക്ക് ജയം തരുന്നത്. കർത്താവ് ജയാളി ആയെങ്കിൽ കർത്താവ് മുഖാന്തരം ഓരോ ദൈവപൈതലിനും ജയമുണ്ട്. അന്തിമ ജയം നമ്മുടെ കർത്താവിനാണ്. ഹല്ലേലൂയ, നമ്മൾക്കുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തും. ഹല്ലേലൂയ, ഓൾവേസ് ഇൻ എവറി പ്ലേസ് ഹി വിൽ ഓൾവേസ് ലീഡ് അസ് ഇൻ വിക്ടറി. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, നമ്മളെ തൊടുവാൻ കർത്താവ് വചനം പറയുന്നുണ്ട് സെക്കറിയാൽ, നിങ്ങളെ തൊടുന്നവൻ അവരുടെ കൺമണിയെ തൊടുന്നു. അത്ര പ്രഷ്യസാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ കൺമണിയാണെങ്കിൽ ഹല്ലേലൂയ, കൺമണിയെ തൊടുന്നത് പോലെയാണ് നമ്മളെ തൊടുന്നവർ കർത്താവിൻ്റെ കൺമണിയാണ് തൊടുന്നത്. അത്ര പ്രഷ്യസാണ് നമ്മൾ കർത്താവിൻ്റെ കണ്ണിൽ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ആ നല്ല ദൈവത്തെ നമുക്ക് പാടി വിശ്വാസഭരണം. എൻ്റെ ദൈവം എന്നെ ഈ ദിവസങ്ങളും ജയോത്സവമായി ദൈവം വഴി നടത്തും. ജയത്തോടെ തന്നെ നമ്മൾ പരാജയപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവജനത്തെ ജയത്തോടെ നടത്തുന്ന ദൈവമാണ്. എല്ലാം തകർന്നു വന്ന് ചിന്തിച്ചപ്പോഴും ആമേൻ ആഴി അവരെ മൂടുപണിച്ച്
ചിന്തിച്ചപ്പോഴും ശത്രുവിനെ പിടിക്കുമെന്ന് ചിന്തിച്ചപ്പോഴും ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ സ്തോത്രം ചെങ്കടലിനെ ദൈവം ആ സ്തോത്രം അവരുടെ തകർച്ചയ്ക്കാക്കി മാറ്റിയെങ്കിൽ ദൈവം അവിടെ അതേ സ്തോത്രം അവിടെ പറയുന്നുണ്ട് ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ കാണത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം കഴിഞ്ഞ നാളിൽ വന്നത് ചിലത് എൻ്റെ ജീവിതത്തിന് മേൽ കടന്നു വരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം പറയണം ആമേ സ്തോത്രം അന്ന് കണ്ട മിസ്രൈമിനെ ദൈവം കാണുവാൻ ഇടയാക്കത്തില്ല. ശത്രുവിനെ കംപ്ലീറ്റായിട്ട് മാത്രമേ തകർക്കത്തുള്ളൂ. ബാക്കി ഒന്നും ആമേൻ അത് നീക്കിക്കളയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാത്രമേ നീക്കിക്കളയത്തുള്ളൂ. അതിന് നമുക്ക് വിശ്വാസം പറയാം കഥാവേ ഈ ദിവസങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ആളുകൾ സംഭവിച്ച ചിലത് എൻ്റെ ജീവിതത്തിൽ വീണ്ടും സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം എൻ്റെ ദൈവം എനിക്ക് ജയം നൽകുന്ന ദൈവമാണ്. ഒരുമിച്ച് ഒരിക്കൽ കൂടി കഥാവിനെ നമുക്ക് കൊടുക്കാതിരിക്കും സ്ഥാനം ഒരിക്കൽ കൂടി കഥാവിനെ നമുക്ക് ഈ പാട്ട് പാടുമ്പോൾ വിശ്വാസം പറയാം കഥാവെ എന്നെ ജയോത്സവമായി തന്നെ വഴി നടത്താൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്രം. ഇന്ന് വന്ന കഷ്ടമീനി വരികയില്ല, ഇന്ന് കണ്ട മിശ്രമീനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമീനി വരികയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിളർന്നു മാറും. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തകർക്കുകയില്ല. ആ വിചാരം യാക്കോബിനെ പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനെ പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനെ പാലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ഇല്ല മാതന്റെ കൂടാരത്തിൽ അടുക്കയില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഇടിച്ചു നിരത്തുവവൻ കുന്നുകളെ താവിതു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരത്തുവവൻ കുന്നുകളെ താവിതു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല, ഇല്ല സൈന്യത്തിന്റെ നായകൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല, ഇല്ല. നിന്റെ കൂടാരത്തിൽ ഇല്ല, നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. ഇന്ന് കണ്ട മിശ്രമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടമിനി വരികയില്ല. നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല,
എല്ലാമാരും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ശത്രുപാളയത്തിലെന്നും നേടി നൽകുമെന്നും ആത്മശക്തിയാലയത്തുമെന്ന് ചെയ്തിടും. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടാം ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടാം ജയം തരുന്നവൻ. യേശുവിന്റെ കൂടെയുള്ളതാവൻ പത്തുചേർന്ന് പത്തുകൾ തകർത്തിടുന്നിനി. ശത്രുപാളയത്തിലെന്നും തേടി നൽകുമെൻ ആത്മശക്തിയായ യുദ്ധമെന്ന് ചെയ്തിടും. ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. നല്ലവന്റെ പാത വിട്ടു മാറിടാത്തതാൽ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിരും. ദൂതന്മാരിൽ കാവലന്റെ ചുറ്റുമുള്ളതാൽ ധൈര്യമായി നേരിടും ജയം തരുന്നതാൽ. വല്ലവന്റെ പാത വിട്ടു മാറിടാത്തതാൽ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിരും. ദൂതന്മാരിൽ കാവലന്റെ ചുറ്റുമുള്ളതാൽ ധൈര്യമായി നേരിടും ജയം തരുന്നതാൽ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. നന്മതിലും കോട്ടയും തകർത്തു മാറ്റിടും ഘോര ശത്രുവിൻ മൗനവാനും നേരിടും ജയം തരുന്നവൻ. മന്നതൽക്ക വന്നെടുത്ത ഘോര ശത്രുവിൻ വന്നതിലും കോട്ടയും തകർത്തു മാറ്റിടും. രാജ്യം ഭൂമിയിൽ സംഘാതമാകുവാൻ മൗനവാനും നേരിടും ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. യേശുവിന്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടുന്നിനി. ശത്രുപാളയത്തിലെന്നും നേടി നൽകുമെൻ ആത്മശക്തിയാലെ യുദ്ധമെന്നും ചെയ്തിടും. യുദ്ധവീരനീശ്വരന്റെ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടുന്നിനി. ശത്രുപാളയത്തിലെന്നും നേടി നൽകുമെൻ ആത്മശക്തിയാലെ യുദ്ധമെന്ന് ചെയ്തിടും. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ജയം തരുന്നവൻ സർവശക്തനാകയാൽ ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി നേരിടും ജയം തരുന്നവൻ. വല്ലവന്റെ പാത വിട്ടു മാറിടാത്തവൻ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിടും. ഭൂതമായി കാമനോട് ചുറ്റുമുള്ളവൻ ധൈര്യമായി നേരിടും ജയം തരുന്നവൻ. വല്ലവന്റെ പാത വിട്ടു മാറിടാത്തവൻ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിടും. ദൂതന്മാരിൽ കാവലന്റെ ചുറ്റും നമ്മുടെ മധ്യയുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ കൂടെ വിശ്വസ്തനായി ഇന്നുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് താഴ്മയായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. നമുക്ക് തുടർന്ന് ദൈവ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് എഫീഷ്യർക്ക് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ
20-21 വാക്യങ്ങൾ വായിക്കാം. നമ്മൾ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായി ഇരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സുപരിചിതം അധികമല്ലാത്ത ഒരു വേദഭാഗമാണ്, അല്പം നീണ്ട ഒരു വാക്യമാണ്. എങ്കിലും ഇന്നത്തെ തിരുവചന ചിന്ത ഇതിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ചിലത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫെസ്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസിൻ്റെ നീണ്ട ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയെപ്പറ്റി പ്രാർത്ഥിക്കുന്നത്. ദൈവസഭയ്ക്ക് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. അതിലൊന്ന് അതിൻ്റെ വിളിയാൽ ആശ, 2 നമുക്ക് പലർക്കും അറിയാവുന്ന ഭാഗമാണ് അതിൻ്റെ വിശുദ്ധന്മാരുള്ള മഹിമാധനം, 3 അതിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചതിന് ശേഷം അവിടെ അപ്പോസ്തലനായ നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നു, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകരുവാൻ, അതുമാത്രമല്ല ആ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച്, നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാൽ ആശ ഇന്നതാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവം എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ്. മാത്രമല്ല വിശുദ്ധന്മാർക്കുള്ള അവകാശത്തിൻ്റെ മഹിമാധനം. നമ്മളെ വിശുദ്ധന്മാരാക്കിയാണ് ദൈവം മാറ്റിയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവസഭയിലിരിക്കുന്ന ദൈവമക്കളെയാണ് ദൈവം വിശുദ്ധന്മാരായി കണക്കാക്കുന്നത്. വേറെ ചിലരൊക്കെ വിശുദ്ധന്മാരാക്കി ചെയ്യാറുണ്ട്. എങ്കിലും യഥാർത്ഥത്തിലുള്ള ദൈവസഭയിൽ ദൈവം വിശുദ്ധന്മാരാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുമാത്രമല്ല വിശുദ്ധന്മാർക്കൊരു അവകാശമുണ്ട്. അവർക്കൊരു സാധാരണ ധനമല്ല, മഹിമാധനമുണ്ട്. അത് ഇന്നതാണെന്ന് തിരിച്ചറിയുവാൻ, അതുമാത്രമല്ല അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ തിരിച്ചറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് പലപ്പോഴും ദൈവശക്തി കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അല്പമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ദൈവശക്തി ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തൊരു ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ അതൊന്നുമല്ലെന്ന് ഇന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മൾ പ്രശ്നത്തെ ഇന്ന് ആരെങ്കിലും വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രശ്നത്തെ നോക്കി പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ അപാരമായ ശക്തിക്ക്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഈ ദിവസങ്ങൾ മാറ്റാൻ കഴിയാത്ത ഒരു ശക്തി കേന്ദ്രം ഈ ലോകത്തില്ല. എത്ര വലിയ ബുദ്ധിമുട്ടേറിയ വിഷയമാണെന്ന് ഇന്ന് ചിന്തിച്ച ശത്രു ചെവിയിൽ ഒരുപക്ഷെ പറഞ്ഞു കാണും, അവൻ അതിനകത്തൊരു വിടുതലില്ലെന്ന് പറഞ്ഞു കാണും. പക്ഷേ ഇന്ന് വിശ്വാസം വേണം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അല്പം ഒന്ന് വെളിപ്പെട്ടാൽ മതി, അതിനുമേൽ ദൈവം ആമേശ്വത്ത് അതിനുമേൽ സൊല്യൂഷൻ തരും. അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, അതിനുശേഷം പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് ക്രിസ്തുവിനിൽ വ്യാപരിച്ച ശക്തി. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് ഉപേക്ഷനാക്കിയിരിക്കുകയാണ്. അവിടെ എല്ലാ ഭാഷയ്ക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും, എല്ലാത്തിനും മീതെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇരുത്തിയിരിക്കുകയാണ്. സർവവും യേശു ക്രിസ്തു തൻ്റെ കാൽ കീഴിലാക്കി വെച്ചു.
സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ദൈവം സകലതും കർത്താവ്, സകലത്തിൻ്റെ മേലും കർത്തൃത്വമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. സകലത്തിൻ്റെ മേലും കൺട്രോളുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിൻ്റെ മേലും കൺട്രോൾ ഇല്ലാത്ത ദൈവത്തെ അല്ല, ചില വിഷയങ്ങളിൽ കൺട്രോൾ ഇല്ലാതിരിക്കുന്ന ദൈവത്തെ അല്ല, സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ളവൻ, മുഴുവൻ്റെ മേലും നിയന്ത്രണമുള്ളവൻ. ഒരു ഇല വീഴുന്നുവെങ്കിൽ അതുപോലും അറിയുന്ന കർത്താവ്, തലയിലെ തലമുടി ഇഴനാരി വീഴുമ്പോൾ പോലും അതിൻ്റെ മേൽ നിയന്ത്രണമുള്ള ഒരു സർവശക്തനെയാണ് ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വാസം വേണം. ഇന്ന് ഞാൻ അദൃശ്യമായി കാണുന്നത്, എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അദൃശ്യകരം ഇന്ന് പകലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭരണം. എൻ്റെ കരം കൊണ്ട് എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കരത്തിന് ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് കരങ്ങളെ അടിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെയാക്കി, ആമേൻ, മീതെ തലയാക്കി. പ്രധാനപ്പെട്ട വാക്യം വരാൻ പോകുന്നുള്ളൂ. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന, ഇതെല്ലാത്തെയും നിറയ്ക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ശൂന്യത ഉണ്ടെങ്കിൽ ആ ശൂന്യതയെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശൂന്യതയെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് ഇന്ന് വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ഏതെങ്കിലും ശൂന്യത എൻ്റെ ജീവിതത്തിൻ്റെ മേലുണ്ടെങ്കിൽ ആ ശൂന്യതയെ ഇന്ന് പകലിൽ അതിൻ്റെ മേൽ നിറവിൻ്റെ അനുഭവം, നിറവായിരിക്കുന്ന ക്രിസ്തു, സകലത്തെയും നിറയ്ക്കുന്ന ദൈവം അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് സ്വർഗത്തിലിരിക്കുമ്പോൾ, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, എവിടെ നിങ്ങൾ എനിക്ക് ആലയം ഒരുക്കുമെന്ന് ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാൽപാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ കർത്താവായ യേശു ക്രിസ്തു തലയാണെങ്കിൽ നമ്മുടെ ശരീരം, സഭയായിരിക്കുന്ന ശരീരത്തിന് കർത്താവ് ചില അധികാരങ്ങൾ ദൈവം പകർന്നിട്ടുണ്ട്. സകലത്തെയും അവൻ കാൽക്കീഴിലാക്കി വെച്ച് സകലത്തിനും മീതെ തലയാക്കി അതേ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തലനായ പൗലോസ് എഫീസ്യ സഭയ്ക്ക് അവരറിയുവാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവസഭയുടെ മേൽ ചില ദൈവിക അധികാരങ്ങളെ ദൈവം പകർന്നിട്ടുണ്ട്. ആ ദൈവിക അധികാരങ്ങളെ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ചില ദൈവപ്രവൃത്തികൾ ദൈവസഭയിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണോടെയാകും. ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മേൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കൊടുത്തത് വെറുതെ ആകും. ചിലതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ദിവസങ്ങൾ, ഈ ദിവസങ്ങൾ അത് പ്രായോഗികമാക്കി തീർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ പറയുകയാണ്, നമ്മുടെ വിടുതലിന് വേണ്ടി തന്നെ ദൈവം ഒരു അധികാരം ദൈവസഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ അധികാരം പകർന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന വിടുതലിനെ ഏറ്റെടുക്കുവാനാണ്. 1. 2, നമ്മിലൂടെ മറ്റുള്ളവർ വിടുവിക്കപ്പെടുവാനാണ്. 3, നമ്മുടെ ജീവിതത്തിലെ ദൈവിക സംരക്ഷണ വലയത്തിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുവാനും മറ്റുള്ളവരെ സൂക്ഷിക്കാനും വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദൈവസഭയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അധികാരം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ 70 ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേൽ അധികാരത്തെ പകരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശക്തിയുണ്ട്, ദൈവസഭയ്ക്ക് ദൈവം ശക്തി പകർന്നിട്ടുണ്ട്. പക്ഷേ ദൈവസഭയ്ക്ക് ദൈവം അധികാരം കൂടി പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കർത്താവിനെ അവർ നമസ്കരിക്കുന്നുണ്ട്, അവരെ ആ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തു അവരെ അധികാരപ്പെടുത്തിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞയക്കുന്നത്. ഇന്ന് കർത്താവിന് സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം പകർന്നിരിക്കുക. അപ്പൊ അധികാരം നമുക്കല്ല, അധികാരം യേശുവിനാണ്. യേശുവിലൂടെ ദൈവസഭയുടെ മേൽ
ദൈവം ചില അധികാരങ്ങളെ പകർന്നിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നു, അവിടെ സകലത്തെയും കീഴാക്കുന്നു, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലത്തെയും കീഴ്പ്പെടുത്തിയ ദൈവം, ദൈവം ഒഴികെ സകലത്തിന് മേലും കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. ആ അധികാരം ദൈവസഭയുടെ മേൽ കർത്താവായ യേശു ക്രിസ്തു പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. ശത്രു എൻ്റെ മേൽ ക്ഷേമടക്കത്തിൽ നിന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ. അപ്പൊ ദൈവമാ മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അതിനുശേഷം ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു. സൃഷ്ടിച്ച ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളൊരു അനുഗ്രഹമാകാനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ദൈവം സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത് സൃഷ്ടിച്ച രണ്ടുപേരും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ആമേൻ. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങള് സ്വന്തം ഭൂമിയിൽ പെരുകി അതിനെ അടക്കി, ആമേൻ, സർവ്വത്തിന് പേരും നിങ്ങള് ആമേൻ വാഴണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വാഴുവാനാണ് ദൈവജനത്തെ വിളിച്ചത്. ദൈവസഭയെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവസഭയ്ക്ക് പ്രത്യേകമായ ചില അധികാരങ്ങളെ ദൈവം പകർന്നിട്ടുണ്ട്. നമ്മൾ തോറ്റുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ ജയത്തോടെ തന്നെ നടത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ശത്രു എപ്പോഴും നോക്കുന്നത് നമ്മളെ പരാജയപ്പെടുത്താനാ. ഇന്ന് പരാജയം അനുഭവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ജയത്തോടെ തന്നെ ദൈവം നടത്തുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില മണ്ഡലങ്ങൾ ഞാൻ എടുക്കേണ്ട ജയങ്ങളുണ്ട്. അത് ഈ ദിവസങ്ങളിൽ എന്നിലൂടെ തന്നെ എടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റാർക്കും ആ ജയം തരാൻ കഴിയത്തില്ല. ജയം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി ചലിക്കുന്നുവെങ്കിൽ ഞാൻ ജയമെടുക്കേണ്ട മണ്ഡലങ്ങളിൽ എനിക്ക് ജയം തരുവാൻ ദൈവം സന്നദ്ധനാണെന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഒരിക്കൽ കൂടി അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ അധികാരം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് പിശാചിന് അവരടിയറവ് വെച്ചോണ്ടാണ്. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവര് ഒരു അപ്പ കഷ്ണത്തിന് വേണ്ടിയല്ല, ജീവൻ നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നും അവര് ഭക്ഷിച്ചപ്പോൾ അവര് പൈശാചിക മണ്ഡലത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുവാനിടയായി. അന്ന് മുതൽ പൈശാചിക മണ്ഡലം മനുഷ്യനെ അടിമത്തത്തിലാണ് ആക്കിയിരിക്കുന്നത്. നമ്മളെ ദൈവം അടിമത്തത്തിലല്ല ആക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ പുത്രസ്വീകാരത്തിന് ആത്മാവിനെയാണ്. ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ ദൈവം നയിക്കുന്നത്. നമുക്ക് പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് ജയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ മനുഷ്യനെ ഇറക്കി കഴിയുമ്പോൾ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വാതിൽ ദൈവം അടച്ചു. അവിടെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിന്റെ ജ്വാലയുമായി ദൈവം നിർത്തുകയാണ്. 360 ഡിഗ്രി കറങ്ങുന്ന ഒരു വാള് ജീവന്റെ വൃക്ഷത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അകത്തേക്ക് കടക്കാൻ കഴിയത്തില്ല. ജീവന്റെ വൃക്ഷത്തിന് അധികാരം ദൈവം നമ്മുടെ മേൽ നമുക്ക് ദൈവമൊക്കെ കൊണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ആദാമായി വെളിപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വീണ്ടും ഇതിനകത്തിരിക്കുന്ന ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിന് മേൽ വീണ്ടും ഒരു അധികാരത്തെ പകരുവാൻ രണ്ടാം ആദാമായി കർത്താവായ യേശുക്രിസ്തു വെളിപ്പെട്ടു. കാൽവയുടെ ക്രൂശിൽ അവൻ സർവ്വായുധവർഗത്തെയും പിടിച്ചു വാങ്ങി. അവൻ കർത്താവായ യേശുക്രിസ്തു സകലത്തെയും കാൽക്കീഴിലാക്കി അവസാനത്തെ ശത്രുവായ മരണത്തെയും ആ പാപത്തിന്റെ മേലും യേശു ജയമെടുത്തു. പാതാളത്തിനോളം ഇറങ്ങി അവൻ കർത്താവ് ജയമെടുത്തു. അവിടെ ബന്ധനത്തിൽ കിടന്നവരെ വിടുവിച്ച് യേശുക്രിസ്തു സ്വർഗത്തിൽ കയറിപ്പോയ യേശു നമുക്ക് വേണ്ടി ജയമെടുത്തെന്ന് ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം വേണം. എന്റെ ജീവിതത്തിന് മേലുള്ള സകല മണ്ഡലത്തിന് മേലും എന്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ചിലതിന് മേൽ വാഴ്ചകളുടെ മേൽ അധികാരങ്ങളുടെ മേൽ ദൈവസഭയ്ക്കുള്ള അധികാരം ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകുക. ഇന്ന് പകലിൽ ഞാൻ പരാജയപ്പെടത്തില്ല. ശത്രു എത്ര ശക്തമായി എന്നെ പിന്നോട്ട് തള്ളിയാലും എത്ര ശക്തമായി എന്നെ തകർക്കുമെന്ന് വാദിച്ചാലും വിശ്വാസത്തോടെ വേണം ഞാൻ പുറത്തു വരും. എന്റെ മേൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടും.
ഹല്ലേലൂയ, സ്തോത്രം. കാരണം കൊളോസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പറയുകയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിലാണ്. അവൻ എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഭാഗമാണെങ്കിൽ ഇന്ന് വിശ്വാസം വേണം, ഞാൻ പരിപൂർണനാക്കി എന്നെ തീർക്കാൻ കഴിയുന്ന ദൈവമാണ്. എന്റെ ജീവിതത്തിലെ സകല മണ്ഡലത്തെയും പരിപൂർണമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ ഇന്ന് കർത്താവ് നമുക്ക് ജയം തരുന്നതിനായി സ്തോത്രം. നമ്മുടെ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം പപ്പിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. ക്രൂശിൽ അവൻ പരാജയമല്ല. ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ജയമെടുക്കുക എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ ശരീരത്തിൽ ഓരോ അടി ഏൽക്കുമ്പോഴും അവൻ ജയമെടുക്കുകയായിരുന്നു. എൻ്റെ ശരീരത്തിലെ രോഗമാണ് കർത്താവ് സ്വന്തം ശരീരത്തിലെ മുറിപ്പാടിലൂടെ എനിക്ക് നൽകിക്കൊണ്ടിരുന്നത്. വിശ്വസിക്കുന്നവരുടെ പറയണം, അവൻ എന്നെ ജയോത്സവമായി നടത്തുവാൻ, എനിക്ക് ജയം തരുവാൻ വേണ്ടിയാണ് എൻ്റെ യേശു ശരീരത്തെ അവൻ ഇന്ന് ആ വിഷയമാക്കി ദൈവം യേശു ക്രിസ്തു മാറ്റിയത്. എന്നെ ഒരു ശാപമായി മാറ്റുവാനല്ല, എന്നെ ഒരു അനുഗ്രഹമായി മാറ്റുവാനാണ്. എന്നെ അനുഗ്രഹിക്കാനാണ് ഞാൻ വിളിക്കപ്പെട്ടത്. അനേകർക്ക് ഞാൻ ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇതെല്ലാം ദൈവസഭയ്ക്ക് കിട്ടിയപ്പോഴും ദൈവസഭയ്ക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ആ ദൈവസഭയിൽ നിന്ന് മാറ്റുവാതിരിക്കാൻ വേണ്ടി ശത്രു എപ്പോൾ സ്തോത്രം. അപ്പോ അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് അവരെ ദൈവം നടത്തുന്നതിന് മുമ്പ് 430 വർഷം അവരടിമത്തത്തിലായിരുന്നു. ഈ അടിമത്തത്തിൽ കടന്ന ജനത്തിന്റെ ഹൃദയത്തിനകത്ത് അടിമയുടെ ഒരു മനോഭാവമായിരുന്നു. ഇപ്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ മോശയെ ദൈവം വിളിച്ചത് ആ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടത് യേശുക്രിസ്തു കുഞ്ഞാട്ടിന്റെ രക്തത്താലാണ് ദൈവം മക്കളെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ദൈവം ഇസ്രായേലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. അത്ഭുതങ്ങളെല്ലാം അവരെ വിടുവിച്ചത് അത് കുഞ്ഞാടിന്റെ രക്തമാണ് അവരെ പുറത്തു കൊണ്ടത്. അവർക്ക് ജയം നൽകിയത് കട്ടിളപ്പടികളുടെ മേലും കുറുമ്പടികളുടെ മേലും രക്താടയാളം പുരട്ടിയ ഭവനത്തിനകത്ത് ദൈവം ജയം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇവരും ഇസ്രായേൽ വിട്ട് പോരുമ്പോൾ ദൈവം ആഗ്രഹിച്ച് ഇവരെ ഡെലിവർ ചെയ്തത് ഹല്ലേലൂയ മോശയാണ് ഡെലിവറാക്കി ദൈവം കണ്ടത്. പക്ഷേ ഇവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ആണ് ദൈവം വിളിച്ചത്. ഇവരും ഇസ്രായേൽ വിട്ട് പോരുമ്പോഴും ഇവരുടെ അകത്തുള്ള അടിമത്തത്തിന്റെ ആ മനോഭാവം മാറിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവരുടെ അകത്തുള്ള അടിമത്തത്തിന്റെ മനോഭാവം മാറിയാൽ മാത്രമേ, അല്ലെങ്കിൽ അടിമത്ത ഉള്ളിൽ നിന്ന് മാറിയാൽ മാത്രമേ ഇവർക്ക് വാക്തത്വ ദേശത്ത് കാലുകുത്തുവാൻ കഴിയുള്ളൂ എന്നാണ് ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ദൈവമാണ് അവരെ സ്വതന്ത്രരാക്കുന്നത്. ദൈവമാക്ക് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കാൻ കഴിയത്തുള്ളൂ. ക്രൂശിലെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ ആ മനസ്സിനകത്തുള്ള ഏതെങ്കിലും വാക്തത്വം കണ്ടത് ദൈവജനം ആ അടിമത്തത്തിന്റെ മേൽ, മനസ്സിലുള്ള അടിമത്തത്തിന്റെ മേൽ ജയമെടുത്ത 2 പേരാണ് നമുക്കറിയാം. കാലേബും യോശുവയുമാണ്. അവർ വ്യത്യസ്ത ആത്മാവുള്ളവരായിരുന്നു. അവരെ മുമ്പിലുള്ള പ്രതികൂലത്തെ പറഞ്ഞു, അവര് ഞങ്ങൾക്ക് വെട്ടികളുകളാകത്തില്ല. അവർക്ക് വെട്ടികളുകളാകത്തില്ല, അവർ ഞങ്ങൾക്ക് വെട്ടികളുകളാകും. സൂത്രം. മറ്റുള്ളവർ ചെന്നപ്പോൾ അവർക്ക് തോന്നി അവർ തീരെ ചെറുതാണ്.
വെട്ടുകിളി ഇവിടുത്തെ വെട്ടുകിളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഈ വെട്ടുകിളിയാണ് പണ്ട് യോഹന്നാൻ ഭക്ഷിച്ചുകൊണ്ടിരുന്ന വെട്ടുകിളി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഇവിടെ കാണുന്ന അപ്പം അവർക്ക് തോന്നി ഇത് മിക്കവാറും ഞങ്ങളുടെ കാര്യം തീർന്നു. അങ്ങനെ ആരും ചിന്തിക്കുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ കാര്യം തീരത്തില്ല, ശത്രുവിൻ്റെ കാര്യം തീരാൻ പോവാം. ഹല്ലേലൂയ. മല്ലനെ പിടിച്ചു കെട്ടുവാൻ ബലവാനെ പിടിച്ചു കെട്ടണമെങ്കിൽ അവനെ വെല്ലുന്ന ഒരു ബലവും അധികാരവും ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന പല പാരമ്പര്യ ശക്തികളുടെ മേൽ, ശാപബന്ധനത്തിന്റെ മേൽ ഈ ദിവസങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമ്മതിക്കാൻ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ മേൽ ഇന്ന് പകലിൽ ജയമെടുക്കുവാൻ, മാനസികമായ നിലവാരങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിന്റെ മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തയ്യാറാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവകരങ്ങൾ കേൾപ്പിച്ചിട്ട് കർത്താവിനോടൊന്ന് ക്ഷമയോതി, കർത്താവേ ചില വിഷയങ്ങളെ ഞാൻ വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കർത്താവേ സ്വതേറ്റ് പറയുകയാണ്. ഈ ദിവസങ്ങളിലും എന്റെ മേൽ പ്രവർത്തിക്കുവാൻ, എന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ എത്ര പഴകിയതെന്നും എത്ര നാശം വെച്ചതെന്നും ശത്രു പറഞ്ഞാലും ചിലതിനെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഇന്ന് വിശ്വാസത്തോടെ പ്രാണാം അതെനിക്ക് വെട്ടുകിളിയാകും. ഹല്ലേലൂയ. ദൈവം നമുക്ക് ജയം തരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദാവീദിന്റെ മല്ലന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് 400 പേര് മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവര് മിക്കവാറും കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, അങ്ങനെ പല വിഷയങ്ങളുള്ളവരാണ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത്. പക്ഷേ 2 ദിനവൃത്താന്തിന്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഈ 400 പേരിൽ പലരെയും ദൈവം വലിയ മല്ലന്മാരാക്കി മാറ്റി. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ശത്രുവിനെ തകർക്കുന്നവരാക്കി ഒരു കൂട്ടം ജനത്തെ ദാവീദിന്റെ കൂടെ ചേരുവാൻ തക്കവണ്ണം ദൈവടയാക്കി. ഹല്ലേലൂയ. നമ്മുടെ ദാവീദായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തേടി വന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം വേണം. ആമേൻ. കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ആമേൻ, സമൂഹത്തിൽ തള്ളപ്പെട്ടവർ, ആമേൻ, സകല മണ്ഡലത്തിലും നിരാശരായി കടന്നു വരുന്ന ഒരു കൂട്ടം ജനത്തെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ആമേൻ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഭാരമുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെന്ന് പറഞ്ഞ്, ഞെരുക്കമുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെന്ന് യേശു പറഞ്ഞ്, പണമുള്ളവർ എൻ്റെ അടുക്കൽ വരുവാൻ, പ്രതാപമുള്ളവർ എൻ്റെ അടുക്കൽ വരുവാൻ, വിദ്യാഭ്യാസമുള്ളവർ എൻ്റെ അടുക്കൽ വരുവാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, ഭാരവും അധ്വാനിക്കുന്നവരും ഭാരപ്പെടുന്നവരും ആയിരിക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് ആശ്വാസവുമായി ഇന്ന് പകൽ ഒരുവൻ കടന്നു വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കർത്താവിന് കരമടിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചില ഭാരങ്ങൾ കർത്താവിനാദ്യം മാറട്ടെ. എടുക്കാൻ കഴിയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാരം ഇന്ന് പകൽ ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ആമേൻ. ഇന്ന് ആശ്വസിച്ച് നമ്മളെ മടക്കി അയക്കുന്നൊരു കർത്താവുണ്ട്. ദൈവം നമുക്ക് അനവധി മണ്ഡലങ്ങളിൽ ജയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. യേശു ക്രിസ്തു 70 പേരെ അയക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ, ഭൂതങ്ങളെ അവർ പുറത്താക്കി. ഇന്ന് ദൈവസഭയിൽ പലപ്പോഴും ദൈവിക അധികാരത്തിന്റെ പ്രദർശനങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെതായ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുമ്പോൾ അത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടെ ഭൂതങ്ങളെ അവർ പുറത്താക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മക്കളെ ഇത് മതിയെന്ന് പറഞ്ഞില്ല. സ്വതന്ത്രം. കർത്താവായ യേശു ക്രിസ്തു വളരെ സന്തോഷത്തോടെ കർത്താവ് ആത്മാവിൽ സന്തോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജയം കാണുവാൻ ഉറ്റുനോക്കുന്നൊരു സ്വർഗമുണ്ടെന്ന് എത്ര പേർ ഹല്ലേലൂയ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. എന്റെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആയി തീരുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശത്രു കൊണ്ടുപോയതിന് ഈ ദിവസങ്ങളിൽ മടക്കി തരാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. കഥ പറയുകയാണ്, സാത്താൻ മിന്നൽപ്പിണ പോലെ വീഴുന്ന ഞാൻ കണ്ടു. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ നിങ്ങൾ സന്തോഷിപ്പിൻ. ജയമെടുക്കുന്നവന്റെ പേരാണ് സ്വർഗത്തിലെ പുസ്തകത്തിനകത്ത് എഴുതി വെക്കപ്പെടുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ.
ശത്രുവെ നീ പരാജയമാണ് എത്ര പറയും? ശത്രുവിനെ നോക്കി പറയും ഞാൻ ജയാളിയാണെന്ന്. കരമുയർത്തി എത്ര പറയും? ശത്രുവിനെ നോക്കി പറ നീയാണ് പരാജയപ്പെട്ടത്, ഞാൻ പരാജയമല്ല, ഞാൻ ജയാളിയാണ്. ഐ ആം മോർ ദാൻ എ കോൺകറർ ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിലൂടെ ഐ ആം മോർ ദാൻ എ കോൺകറർ ത്രൂ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വിശ്വാസ കണ്ണിൽ കണ്ണുകൊണ്ട് ഇന്ന് വിളിച്ചു പറ, ശത്രുവിന്റെ പദ്ധതികൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. Be bound. Be bound in the name of Jesus Christ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ യേശുവിൻ്റെയാ. പാതാള ഗോപുരങ്ങൾ ജയമെടുക്കത്തില്ലെന്ന് അധികാരപത്രവുമായി ഒരു ശൗല് ദൈവസഭയെ മുടിപ്പിക്കുമെന്ന് പറഞ്ഞ് അധികാരപത്രവുമായി പോകുന്ന ശൗലിന് മുമ്പിൽ യേശുക്രിസ്തു വെളിപ്പെടുമ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, നീ ചതക്കൊപ്പയ്ക്ക് നേരെ ഉതയ്ക്കരുത്. സഭയെ തകർക്കാൻ ആർക്കും കഴിയില്ല. സഭയെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. എത്ര വലിയ അധികാരമുള്ളവൻ ഇന്ന് ഭൂമിയിലുണ്ടെങ്കിലും ദൈവസഭയെ തകർക്കാനുള്ള അധികാരം ഒരുവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് പണിയാനുള്ള അധികാരമുള്ളവനെയാണ് ഇന്ന് ആരാധിക്കുന്ന തിരിച്ചറിയുന്നവർ. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവ് സ്തോത്രം ചെയ്യാം. ആമേൻ. നിന്നെ തൊടുന്നവർ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയിലാണ് തൊടുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ തകർക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ദൈവസഭയെ നേരെ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അവൻ മുഴങ്കാൽ മടക്കി യേശു ക്രിസ്തുവിനെ സമർപ്പിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം അവരുടെ മേൽ മഹാഭാരമായി തീരും. അതുകൊണ്ട് പൗലോസിനോട് പറഞ്ഞു, ശൗലേ നിനക്ക് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നീ മുഴങ്കാൽ മടക്കി യേശു ക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകുക, നിന്റെ കുടുംബം തകരും, നിന്റെ സകല മണ്ഡലവും തകർന്നു പോകും. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. ദൈവസഭയെ തകർക്കാൻ വന്ന കർത്താവ്, ദൈവസഭയ്ക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ. മറ്റൊരു ഭാഗത്ത് കർത്താവ് അവരെ ശിഷ്യന്മാരാക്കുവാനും അവരെ സ്നാനം കഴിപ്പിക്കുവാനുള്ള അധികാരം കർത്താവ് കൊടുത്തു. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരും അധികാരം തന്നു ചോദിച്ചു സ്നാനപ്പെടുത്താൻ. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ സ്നാനപ്പെടുത്തും. ഞാൻ അധികാരം ഞങ്ങൾക്കാരും തന്നതല്ല, ദൈവം തന്നതാണ്. ഇത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യമോ? അവൻ സ്വന്തം ദൈവസഭയുടെ പേരിൽ അധികാരം പകർന്നിട്ടുണ്ട്. ശിഷ്യന്മാരാക്കുവാനും സ്നാനപ്പെടുത്തുവാനും സുവിശേഷം അറിയിക്കുവാനും ദൈവം അധികാരപ്പെടുത്തിയതുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് രണ്ട് കാലിൽ എനിക്കൊന്ന് നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവം അധികാരം തന്നിട്ടില്ലെങ്കിൽ ആമേൻ സുവിശേഷം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്, ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ലെന്ന്. എന്റെ മേൽ ദൈവം ഒരു അധികാരം പകർന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മേൽ അധികാരമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ അധികാരപ്പെടുത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവം അയച്ചിട്ട് വന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. പല വിധത്തിലുള്ള അധികാരം ദൈവസഭയുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അതില് പത്രോസിനോട് യേശു പറയുന്നുണ്ട്, പത്രോസേ നീ ഇവിടെ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഇവിടെ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും. അത് പത്രോസിന് കൊടുത്തൊരു അധികാരമാണ്. പൗലോസിന് അങ്ങനെ അധികാരമുണ്ടായിരുന്നു. പലതരത്തിലുള്ള അധികാരമുണ്ട്. ഓരോരുത്തരുടെ മേലുമുള്ള അധികാരത്തിന് വ്യത്യാസമുണ്ട്. അധികാരം ഓരോരുത്തരുടെ ജീവിതത്തിന് മേൽ ദൈവം കണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തിക്ക് അനുസരിച്ച് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ജയമെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേർക്കുണ്ട്? പിശാചിനെ എനിക്ക് ജയമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനുള്ള കൃപ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഭേദപ്പെട്ട കർത്താവേ, ഉടബല ശാന്താത്മീയ കണ്ണുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ശത്രു മൂടിയിരിക്കുന്ന മണ്ഡലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. വിളിയാൽ ആശ മാത്രമല്ല, ശക്തിയുടെ അളവറ്റ വലിപ്പം മാത്രമല്ല, ആമേൻ, അവൻ ദൈവം മക്കളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം എന്താണെന്ന് കൂടി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ദൈവസഭയുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരമാണ് മത്തായി സുവിശേഷം 18:18. പത്രോസിന് മേൽ പകരപ്പെട്ട അധികാരമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് സ്വന്തം മരണത്തിന്റെ മേൽ
പത്രോസിന്റെ അധികാരം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനന്യാസിന്റെ കാര്യം നമുക്ക് വായിച്ചു നോക്കുമ്പോൾ കാണാം. അപ്പോൾ പല വിധത്തിലുള്ള അധികാരം ദൈവസഭയുടെ മേൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ തയ്യാറാകാം. അത് ഉപയോഗിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ ജയമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മളെ ക്ഷീണിപ്പിക്കുവാനല്ല, നമ്മളെ ശക്തീകരിക്കുവാൻ മാത്രമല്ല, നമ്മളെ ചില അധികാരങ്ങളെ കൂടി പകരുവാൻ എൻ്റെ ജീവിതത്തിനും എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വ്യക്തിപരമായ ചില വിഷയങ്ങളുടെ മേൽ ദൈവം നിങ്ങളൊരു അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിന് മേൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവിടെയായെങ്കിൽ ഇന്ന് ഞാൻ വിടുവിക്കപ്പെട്ടാൽ മാത്രമേ അനേകർ എന്നിലൂടെ വിടുവിക്കപ്പെടത്തുള്ളൂ. അത് ശത്രുവിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. വാത് കെട്ടുന്ന ഇരുട്ടിന്റെ വ്യാപാരം ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകരട്ടെ. In the name of Jesus Christ. ഇന്ന് വിശ്വാസം എത്ര പേർ ഏറ്റു പറയും? നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ എനിക്കല്ല, അധികാരം നിങ്ങൾക്കാണ് ദൈവം തന്നിരിക്കുന്നത്. ആമേൻ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിന് മേൽ അധികാരം തന്നിരിക്കുന്ന പലതരത്തിലുള്ള അധികാരം കർത്താവ് ദൈവസഭയുടെ മേൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. പൗലോസിന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു. ഭൂതങ്ങളോട് കൽപ്പിച്ചാൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കും. ചില ഭൂതശക്തികളോട് അവിടെ കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും. ഹല്ലേലൂയ. മിണ്ടരുന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല. അങ്ങനെ അധികാരം ദൈവസഭയുടെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കൃപ ആവശ്യമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് ഞാൻ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു കൃപ പ്രാപിച്ച് അങ്ങനെ അധികാരം പകർന്ന് അതിൻ്റെ പേരിൽ എനിക്കൊരു വിശ്വാസം തന്ന വിശുദ്ധന്മാരുടെ മഹിമാധനം ദൈവജനം വിശുദ്ധന്മാരാണ്. ദൈവസഭ വിശുദ്ധന്മാരാക്കിയാണ് ദൈവം കണ്ടിരിക്കുന്നത്. ദൈവിക അധികാരം അവരുടെ മേൽ കർത്താവ് പകരുക. ദൈവിക അധികാരം കർത്താവ് പകർന്നിട്ടുണ്ട്. Right now, release in the name of Jesus. ആമേൻ. നിങ്ങൾക്കറിയാത്ത മണ്ഡലത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങളെ ഇന്ന് നോക്കി പറ. ഇന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ആത്മീയ കണ്ണുകൾ തുറന്ന് അത് നോക്കി പറ. ഞാൻ ചെല്ലുമ്പോൾ അതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കരം ചൊല്ലുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കപ്പെടുവാൻ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, ഈ ദിവസങ്ങളിലും ആത്മീയ ജീവിതത്തിലും നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് ദൈവമക്കളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുമ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായാലോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, സ്വതന്ത്രം ചിലർക്കല്ല, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അല്ലേ ഇസ്രായേൽക്കാരന് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഈജിപ്തുകാരന് മാത്രമല്ല, അവൻ ഏവർക്കും, അവൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം, ദൈവമക്കളാകാനുള്ള അധികാരമാണ് ദൈവം തന്നിരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്റെ മേലെ അധികാരമാണ് എത്ര വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ ഞെരുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ എത്ര കൽപ്പിക്കും. ഞാൻ ദൈവത്തിലാണെങ്കിൽ എന്നെ ഞെരുക്കുന്ന ഏതെങ്കിലും ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തെ കൽപ്പിക്കുക, അത് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. Right now, release it in the name of Jesus. Release your faith. ഹല്ലേലൂയ. എത്ര വിശ്വാസമാണ് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചിലത് കർത്താവ് ചെയ്യാൻ പോവുക. In the name of Jesus, right now, release. ഇന്ന് എന്നെ ഞെരുക്കുന്ന, എന്റെ ജീവിതത്തെ തടുക്കുന്ന, എന്റെ നന്മയെ തടുക്കുന്ന, എന്റെ മേലുള്ള ദൈവപ്രവർത്തിക്കെതിരെ വിരുദ്ധമായി നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുക. ഇന്ന് കൽപ്പിക്കുക. വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു കല്ലുണ്ട്, ഒരു കല്ല് മതിയത്. ആമേ. ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ 5 കല്ലല്ല, ഒരു കല്ലെറിഞ്ഞ് കൊണ്ടില്ല, രണ്ടാമത്തെ കല്ലെറിഞ്ഞ് കൊണ്ടില്ല. ഇല്ല, സോ അത് ഒറ്റ കല്ല് മതി.
അല്ലേ ദൈവകൃപയിൽ ആശ്രയിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അല്ലേ, എൻ്റെ ബലഹീനതയിൽ എന്നെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല്ലനോ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര ശക്തനോ ആയിക്കോട്ടെ, ബലവാനെ പിടിച്ചു കിട്ടുവാനുള്ള എൻ്റെ ശക്തിയല്ല, ദൈവം എൻ്റെ ശരീരത്തിന് മേൽ പകരുന്ന ദൈവശക്തിയുണ്ട്. ദൈവം എൻ്റെ മേൽ ഒരു അധികാരത്തെ ദൈവം പകരുന്ന സമയമുണ്ട്. അത് ചില വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ വരുമ്പോഴാണ്, അതിനെ മേൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം ശക്തി വരുന്നത്. സ്തോത്രം, സ്തോത്രം. ഇത് വിഷയത്തെ വലുതാക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ മല്ലനാണെങ്കിലും അവൻ ഇന്ന് ഒരു കല്ല് മതിയെന്ന ദാവീദ് വിശ്വസിച്ച്. ദാവീദ് കൈകൊണ്ടാണ് സിംഹത്തെ അടിച്ചു വന്നത്. പക്ഷെ സിംഹത്തെക്കാളും വലിയ മല്ലനെ കൊല്ലുവാൻ ഒരു കല്ല് മതിയായിരുന്നു. ഇന്ന് നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ കൃപയെ മാത്രമേ ഉള്ളൂ. ഇന്ന് ആ കർത്താവിലുള്ള വിശ്വാസമാണ് ദാവീദിനെ മുന്നോട്ട് നയിച്ചത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവശക്തി ആണ് ദൈവം നമുക്ക് ജയം നൽകുവാൻ തക്കമാണ് ദൈവടയാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം വെളിപ്പെട്ടപ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ ദൈവം ഒരുവന്റെ മേൽ അധികാരം പകർന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ ജയമെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ പൗലോസ് അനവധി അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുമ്പോഴും, ചില മന്ത്രവാദികളായ യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആണയിടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ നാമം ചൊല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവരുടെ മേൽ ചാടി വീണ് അവരെ കീഴടക്കിയ. അപ്പോൾ കർത്താവാണ് ദൈവസഭയ്ക്ക് അധികാരം നൽകിയെങ്കിൽ ഇന്ന് ഭയപ്പെടരുത്. ശത്രുവിനെയല്ല നമ്മൾ ഭയപ്പെടുന്നത്, നമ്മൾ ഭയപ്പെടുന്നത് ദൈവത്തെയാണ്. സ്തോത്രം. അപ്പം ദൈവം അധികാരം നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആമേൻ, നമുക്ക് അതിൻ്റെ മേൽ വിജയം തരുന്നവൻ നമ്മളല്ല, കർത്താവാണ്. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല. ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് ഇന്ന് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരികയാണെങ്കിൽ ആമേൻ, നമ്മുടെ മേൽ ആ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകുന്നത്. അവിടെ കർത്താവ് നമുക്ക് നമ്മുടെ അധികാരം നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിന് നമ്മളും കൂടെ കീഴ്പ്പെട്ടിരുന്നാൽ ശത്രു അതിനെ മേൽ ബാധിക്കുകയില്ല. അവിടെ ദൈവത്തിൻ്റെതായ ഹൈറാർക്കിയുണ്ട്, സഭയിലുണ്ട്, കുടുംബത്തിലുണ്ട്, ദേശത്തുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയിലുണ്ട്. അതിലെല്ലാം നമ്മൾ കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ ശത്രു നമുക്ക് നേരെ വാത് കെട്ടാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയിൽ, ഭവനത്തിൽ, കുടുംബജീവിതത്തിൽ എല്ലാം നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ദൈവിക അധികാരത്തിന് കീഴിലാണെങ്കിൽ നമ്മൾ ശത്രുവിനെ നമ്മുടെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെങ്കിൽ ശത്രു പലപ്പോഴും നമ്മുടെ അധികാരത്തെ ചോദ്യം ചെയ്യും. ഞാൻ വേഗത്തിൽ നിന്ന് പോവാം. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ഭാര്യ ഭർത്താവിന് കീഴടങ്ങി, ഭാര്യയ്ക്ക് ഭർത്താവ് കീഴടക്കുക, ദൈവസഭയിൽ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, ലോകത്തെ നമ്മുടെ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അധികാരങ്ങൾക്ക് ദൈവവചനപ്രകാരം നമ്മൾ കീഴ്പ്പെട്ടിരുന്നില്ലെങ്കിൽ ശത്രു പലപ്പോഴും നമ്മുടെ അധികാരത്തെ ചോദ്യം ചെയ്യും. അപ്പോൾ ദൈവവചനപ്രകാരമുള്ളതിൻ്റെ മേൽ നമ്മൾ കീഴ്പ്പെട്ടിരുന്നാൽ മതി. യേശുക്രിസ്തു പോലും ടെമ്പിൾ ടാക്സ് കൊടുത്തു. യേശുക്രിസ്തു പോലും അധികാരികൾ കീഴടങ്ങിയെന്നു. പീലാത്തോസിന് കീഴടങ്ങി യേശു നിന്നു. അതെ, അവിടെ അനന്യാസിനെ അല്ലെങ്കിൽ യേശുവിന് മുമ്പിൽ, മഹാപുരോഹിതന് മുമ്പിലും കർത്താവ് പലതും പറയാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് നമ്മളെ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ അധികാരം നമ്മുടെ മേൽ പകരുന്നത്
പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യെരമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അധർമ്മമായതിനെ ഉപേക്ഷിച്ച് ഉത്തമമായതിനെ നീ പ്രസ്താവിക്കുന്നുവെങ്കിൽ നിന്റെ നാവിനെ ഞാൻ എൻ്റെ നാവ് പോലെയാക്കും. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഹല്ലേലൂയ, ആ നാവിൻ്റെ മേൽ ദൈവം ഒരധികാരം പകരും. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടാൻ പോകണ്ട, പെട്ടെന്ന് പറഞ്ഞു പോവുക. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പോൾ ദൈവ ശബ്ദത്തിന് നമ്മൾ കീഴടങ്ങിയിരിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൻ്റെ അധികാരത്തെ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിലുള്ള സകല നിയമങ്ങൾക്കും മേലെയുള്ള നിയമമാണ് നമ്മൾ ചുമക്കുന്ന, നമ്മുടെ കരങ്ങൾ പിടിക്കുന്ന ഈ പുസ്തകം. ഇതിനാണ് ലാസ്റ്റ് വാക്ക്. അതുകൊണ്ട് ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവവചനത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഈ ഭൂമിയിലുള്ള സകല നിയമങ്ങളും. വിശ്വസിക്കാത്ത നിയമങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ശത്രുപാളയങ്ങൾ തകരാനിടയാകും. യേശുവിന് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യ യേശു വരും. 2 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിടുതലുണ്ട്. ഒരുവൻ 1000 ഓടിക്കും, 2 പേർ ലഗിയനെ ഓടിക്കും. യേശു ക്രിസ്തു 70 പേരെ അയക്കുമ്പം ഈ 2ആയിട്ട് അയക്കുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കകത്തുള്ള യൂണിറ്റിക്ക് മുമ്പിൽ, കുടുംബത്തിനകത്തുള്ള യൂണിറ്റിക്ക് മുമ്പിൽ ശത്രുവിന്റെ പദ്ധതി തകരും. അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് യൂണിറ്റി കൊണ്ടുവരാൻ പൈശാചികം സമ്മതിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതിനെതിരെ വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ഇന്ന് പകൽ ഞങ്ങൾ പിടിക്കുന്നു, ഞങ്ങൾ തകർക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് വി ക്യാൻസൽ ഇറ്റ് ബൈ ദ നെയിം ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ്. ഒന്നിച്ച് നിൽക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. സ്തോത്രം. 2 പേർ ഒരുമിച്ച് നിന്ന വലിയ വിടുതല. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ഒരു മനസ്സോടെ നിന്ന ദൈവസഭയിലാണ് ദൈവം അത്ഭുതം ചെയ്തത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ഏക മനസ്സിലായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത്. എത്ര പേർ ദൈവസഭയിൽ ഉണ്ടെന്നുള്ള വിഷയം ഇരിക്കുന്നവർ തമ്മിൽ ഐക്യതയുണ്ടെങ്കിൽ അതിനകത്ത് ദൈവപ്രവൃത്തിയുണ്ടെന്ന് വിശ്വസിക്കാത്ത ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ദിവസങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിനകത്തു നിന്നാണ് ചില ദൈവിക അധികാരങ്ങളെ ദൈവം പകരുന്നത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ദൈവവൈതലിന്റെ മേലാണ് ദൈവിക അധികാരം പകരപ്പെടുന്നത്. ഇന്ന് പകലിലും പ്രാർത്ഥനാ ജീവിതത്തെ മുരടിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലുള്ള പ്രാർത്ഥനാ ജീവിതത്തിനകത്തേക്ക് കയറി ദൈവ സാന്നിധ്യത്തിനകത്തിരുന്ന് ദൈവശക്തി പ്രാപിച്ച് പുറത്തു പോകുന്ന യേശുവിന്റെ മുമ്പിൽ ഒന്നും പറയാതെ തന്നെ ഭൂതങ്ങൾ ഇളകി മാറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ ദൈവ സാന്നിധ്യം ചുമക്കുന്നവരായി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ ശരീരത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ പുറത്തുള്ള ശക്തി കേന്ദ്രങ്ങൾ എൻ്റെ മുമ്പിൽ തകരുമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് എൻ്റെ ശരീരം ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമക്കുന്ന ഒരു ശരീരമായി എൻ്റെ ശരീരത്തെ മാറ്റാൻ എത്ര ഒന്ന് പ്രാർത്ഥിക്കും. ആമേ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എൻ്റെ ശരീരത്തിനകത്ത് എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദൈവസന്നിധി ചിലപ്പോൾ ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കും, കുത്തിയിരുന്ന് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തെ ചില ഭവനത്തിലേക്കായിരിക്കും വിളിക്കുന്നത്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് കാറെ കയറുമ്പം മൈലുകൾക്കപ്പുറമുള്ള ഭവനത്തിനകത്തുള്ള ഭൂതം ഇളകാൻ തുടങ്ങും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിരിച്ചറിയുന്നതാണ് പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സേനയോടുമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആയുധങ്ങൾ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. റിവൈവലുകളെല്ലാം സംഭവിച്ചത് പ്രാർത്ഥനാ മുറികളിൽ നിന്നാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, എസെക്കിയേലിനെ അസ്ഥിയുടെ താഴ്വാരെ കൊണ്ട് നിർത്തുക. ആത്മാവ് എസെക്കിയേലിന്റെ മേൽ വന്നു. അസ്ഥിയുടെ അനുഭവങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ എല്ലുകളെല്ലാം അസ്ഥികളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുക, ഇനിയിപ്പം എല്ലാം തീർന്നുവെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമുണ്ട്.
ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തു വിട്ടും. അസ്ഥി ഉണങ്ങിയിരിക്കുക. സ്തോത്രം. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഇനി ഒരു രക്ഷയുമില്ല എന്ന് ശത്രു ബാധിക്കുമ്പോൾ ദൈവം പറഞ്ഞു, എസെക്കിയേലേ, നീ അങ്ങോട്ട് നോക്കരുത്, നീ അസ്ഥിയെ നോക്കരുത്, നോക്കേണ്ടവൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ നോക്കാൻ തുടങ്ങും, ഒരു ആത്മാവ് നിന്റെ മേൽ ഇറങ്ങും, ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങും. നിന്നെ വിഷയത്തിനകത്ത് നടുക്കുകൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ മേൽ പ്രവചിക്കാൻ. ആമേൻ. എസെക്കിയേലേ, നീ തയ്യാറാകുക, അസ്ഥിയെ നോക്കി പ്രവചിക്കുക. ഇന്ന് അസ്ഥികളെ നോക്കി അത്ര പ്രവചിക്കാൻ തയ്യാറാകുക. അധികാരം കർത്താവ് പകരുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലതിനെ മേൽ ജയമെടുക്കുവാൻ, ചിലരെ ഈ ദിവസങ്ങൾ പുറത്തുകൊണ്ടിരുവാൻ ശത്രു വാദിക്കുന്ന മണ്ഡലങ്ങളിൽ അസ്ഥി താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അസ്ഥിയുടെ മധ്യത്തിൽ തന്നെ നിർത്തി കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറിനെ നോക്കി പ്രവചിക്കാൻ. ദേശത്തെ നോക്കി പ്രവചിക്കാൻ. ഹല്ലേലൂയ. എന്റെ കുടുംബത്തെ നോക്കി പ്രവചിക്കാൻ. ഇല്ലാത്തതിനെ നോക്കി പ്രവചിക്കാൻ. ഹല്ലേലൂയ. എന്റെ ഭാവിയെ നോക്കി പ്രവചിക്കാൻ. ഇത് നെഗറ്റീവ് പറയരുത്. ഏലിയാവ് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ 7-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ അവിടെ ഒരു കാര്യം നടക്കും. ഇന്ന് വിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ആത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി. ഇന്ന് ചിലതിനെ മേൽ നോക്കി വിശ്വാസത്തോടെ ഇന്ന് പറയാൻ തയ്യാറാകും, ഞാൻ വിശ്വസിക്കുന്നു ചിലത് ചലിക്കാൻ കഴിയാത്തതിനെ കർത്താവ് ചലിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് നീറുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവ് ആ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. കേൾപ്പിക്കപ്പെട്ട ദൈവിക വചനത്തെ ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനാവായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനാവായി ഒഴുകണമേ. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവ് നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവ് നിറയ്ക്കണമേ. അഗ്നിപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനായി ഒഴുകണമേ. അഗ്നിപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനായി ഒഴുകണമേ. കർമ്മേലിലെ താഴ്വരയിൽ ഒരു സൈന്യമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനാവായി ഒഴുകണമേ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നാളിൽ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകണം, മാലിന്യം മറയണം, നിഴലം ഉണർന്ന വേല ചെയ്യുവാൻ. ഓ പിന്മഴ നൽകണം, മാലിന്യം മറയണം, നിഴലം ഉണർന്ന വേല ചെയ്യുവാൻ. മുക്കോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. മുക്കോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകും. ഓ ഭൂമിയിട്ടില്ലാതെ നീവയുന്ന ഓ നീവിയിട്ടില്ലാതെ നീരുറവയുന്ന ഓ കൊസനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഓ കൊസനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. പാട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം. ദൈവസഭ പണിയാം. പെന്തക്കോസ്തനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്തനാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ മാലിന്യം മറയണം, നെഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം, മാലിന്യം മറയണം. നെഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ഓ ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ.
മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം പെന്തക്കോസ്തനാളിൽ പരമപിതാവേ പിന്മഴ നൽകാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ചിലത് മാറിപ്പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ചില ജാതികൾ നീങ്ങിപ്പോകത്തില്ല. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കാൻ ഈ ദിവസങ്ങൾ നമ്മളിടയാകുന്നുവെങ്കിൽ മാറിപ്പോകാത്ത, ഇനി മാറത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില ജാതികൾ യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ തക്കമുള്ള ദൈവിക അധികാരത്തെ കർത്താവ് ദൈവസഭയുടെ മേൽ പകരും. ആമേൻ. ശിഷ്യന്മാർ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാതിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആമേൻ താഴോട്ട് വരുന്ന യേശുവിൻ്റെ മുമ്പിൽ ഒരു വാക്കിൻ്റെ മുമ്പിൽ ശത്രു ആമേൻ കീഴടങ്ങിയെങ്കിൽ ഇന്ന് ദൈവജനത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ശക്തി കേന്ദ്രവുമില്ല. അവൻ മാറിപ്പോകാത്ത ഒരു വിഷയമില്ല. ഇന്ന് വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഒരു അത്ഭുതം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ സംരക്ഷണ വലയത്തിൽ കർത്താവ് സൂക്ഷിക്കുന്നതായിട്ട് തീമതിലായ ദൈവം നമുക്ക് ചുറ്റുമുള്ളതിനായിട്ട് ഈ ദിവസം നമ്മുടെ എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിനകരം കൂടിയിരിക്കുന്നതായിട്ട് ജയകരമായി തന്നെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ മാത്രമല്ല നമ്മുടെ ഭൗതിക മണ്ഡലത്തിലും ദൈവം തുറക്കേണ്ട വഴികൾ, വാതിലുകൾ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ വാതിലൂടെ നമ്മൾ ഈ ദിവസങ്ങൾ കടക്കാൻ പോകുന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. തിങ്കളാഴ്ച ദിവസം, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങൾ ഏറ്റവും അനുകൂലമാക്കി കർത്താവ് മാറ്റുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവിക പദ്ധതികൾ മാത്രം വെളിപ്പെടുവാൻ തക്കവും ദൈവം ഇടയാക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് കർത്താവ് കരം വെച്ച് ആശീർവദിച്ച് നമ്മളെ മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് നന്ദി പറയാം. നമ്മൾ പിരിയുന്നെങ്കിലും ആ പിരിയാത്ത ദൈവ സാന്നിധ്യം നമ്മളെല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവ പരിശുദ്ധി ആത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നമ്മളെല്ലാവരും കൂടെ കഥാന് വരവരേക്കും കൽപ്പിക്കപ്പെട്ട വചനത്തോടും ലോകം എമ്പാടുമുള്ള വിശുദ്ധന്മാരും കൂടെ ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ജയോത്സവമായി തന്നെ വഴി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കഥാവ് വരവേ ശാരവും കഥാന്റെ സമാധാനം എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി നമുക്ക് നൽകട്ടെ. ആമേൻ, ആമേൻ.